പക്ഷേ നമുക്കവിടെ വലിയ സ്പേസ് ഇല്ല. സിനിമയിൽ അനീതികളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഈ സിനിമയോ നമ്മുടെ പൊതുരാഷ്ട്രീയമോ നമുക്ക് ഒരേപോലെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയ്ക്കുള്ളിൽ പലപ്പോഴും ഒരു സിനിമ സംഭവിക്കുന്നത് ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽസിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും ഒരുവൻ എവിടെങ്കിലും നിന്നിരുന്ന് അവനുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യം തയ്യാറാവണം. അവന് ചിലപ്പോൾ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. ഇനി നമ്മൾ അതിനെ എതിർക്കാൻ പോയാൽ അവൻ സിനിമ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അല്ല, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പടം എടുക്കുന്നില്ല. ഇപ്പം 10 ദിവസം പടം ഷൂട്ട് ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈസ് ചെയ്യണം. നിങ്ങൾ എന്തൊരു മര്യാദ കാണിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളടുത്ത് അവർക്ക് കൃത്യമായ ശമ്പളം എന്താ കൊടുക്കാത്തതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാൻ ഒരു ഇഷ്യൂ റൈസ് ചെയ്തെന്ന് വെച്ചോളൂ. ചിലപ്പോൾ ജെന്യുവിൻ ഇഷ്യൂ തന്നെ ആയിരിക്കുകയും ചെയ്യും, പക്ഷേ അയാൾക്ക് അവിടെ അതങ്ങ് അവസാനിപ്പിക്കും. അതായത് ഈ ജനാധിപത്യം നടപ്പിലാവാത്തൊരു മേഖലയാണ്. അവിടെ ജനാധിപത്യമൊക്കെ ഉണ്ട്, പിന്നെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ അതൊരു ക്രിയേറ്റീവ് മേഖലയാണത്. അവിടെ ഒരാളുടെ മനസ്സിനും ചിന്തകൾക്കും വലിയ പ്രാധാന്യമൊക്കെ ഉണ്ട്. ഒരു സംവിധായകൻ ചിലപ്പം ഭ്രാന്തനെ